നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് സ്ത്രീകളെ മാത്രം ബാധിക്കാൻ സാധ്യതയുള്ള അർബുദങ്ങളും അവയുടെ ലക്ഷണങ്ങളും ചികിത്സയും പ്രതിരോധവുമാണ്. കൂടുതൽ വിശദമായി നമ്മളോട് സംസാരിക്കുന്നത് തൃശ്ശൂർ അമല ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അനോജ് കാട്ടുകാരനാണ്. ഡോക്ടർ, സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം സർ. ഡോക്ടർ, എല്ലാത്തരം ഒട്ടുമിക്ക ക്യാൻസറുകളും സ്ത്രീകളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ചില അർബുദങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു ഗൈനക്കോളജി വിഭാഗം മേധാവി എന്ന നിലയിൽ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിനെ കുറിച്ചായിരിക്കും ഡോക്ടർ സംസാരിക്കുന്നത്. ഒന്ന് വിശദമാക്കാം. നമസ്കാരം. താങ്ക് യു ഫോർ കോളിംഗ് മീ ടു ദിസ് ഷോ. ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി മാറിടം, യൂട്രസ് അഥവാ യൂട്രസിൻ്റെ ഓപ്പണിംഗ്, സെർവിക്സ്, ഓവറീസ്, അണ്ടാശയം, ഈ ക്യാൻസേഴ്സ്, യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്, എൻഡോമെട്രിയം, ഈ 3-4 ക്യാൻസേഴ്സാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ത്രീകളിൽ കാണുന്ന ക്യാൻസേഴ്സ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും മാക്സിമം ആയിട്ട് കാണാൻ കിട്ടുന്ന ക്യാൻസർ. അബൌട്ട് 30% ഓഫ് ഓൾ ക്യാൻസേഴ്സ് ഇൻ വിമൻ ആർ ബ്രസ്റ്റ് ക്യാൻസർ. അതിന് തൊട്ട് താഴെയായിട്ട് സർവൈക്കൽ ക്യാൻസർ അഥവാ യൂട്രസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഉണ്ടാവുന്ന ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ. അതിന് തൊട്ട് താഴെയായിട്ട് പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ക്യാൻസർ. ഒപ്പം തന്നെ ക്യാൻസർ ഓഫ് ദി എൻഡോമെട്രിയം, യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്ങിൻ്റെ ക്യാൻസർ. അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ, അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ. ഈ ക്യാൻസേഴ്സാണ് വെരി കോമൺലി കണ്ടുപോകുന്നത്. നമ്മൾ അതിൽ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസർ. ഇതിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും, അണ്ടാശയത്തിലുള്ള ക്യാൻസറും, യൂട്രസിൻ്റെ ഉള്ളിലുള്ള ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഈ 3 ക്യാൻസേഴ്സ് ഫാമിലിയൽ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫാമിലിയിൽ നമ്മളുടെ അമ്മയ്ക്കോ സഹോദരിമാർക്കോ അങ്ങനത്തെ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ശ്രദ്ധ വേണം. നമ്മൾ സ്ക്രീൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും, ലക്ഷണങ്ങൾ കാണുമ്പോൾ വേഗം ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ഇങ്ങനത്തെ ഗ്രൂപ്പ് പേഷ്യൻസ് ഹു ഹാവ് ഫാമിലി ഹിസ്റ്ററി, പർട്ടിക്കുലർലി ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം അതിനെ ഡോക്ടറെ കണ്ട് അതിനെന്താ സ്ക്രീനിങ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. അതിനുള്ള ട്രീറ്റ്മെൻറ്റോ ഇൻ്റർവെൻഷൻ എന്താണെങ്കിൽ ആ അവസരമനുസരിച്ച് നമ്മൾ ആ ഇൻ്റർവെൻഷൻ ചെയ്യണം. എന്നാൽ തന്നെ ഈ ഏർലി സ്റ്റേജിൽ ക്യാൻസർ കണ്ടുപിടിക്കുമ്പോൾ അതിനെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ സ്തനാർബുദത്തെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് സ്വയം വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന അസുഖമാണ് ക്യാൻസറാണ് സ്തനാർബുദം. മറ്റ് അസുഖങ്ങൾ, ഇപ്പോൾ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടറെ എന്തെല്ലാം തരം ലക്ഷണങ്ങളാണ് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത്? സ്ത്രീകളാണ് പലപ്പോഴും അവരുടെ സ്വന്തം ആരോഗ്യത്തിന് ഏറ്റവും അവസാനത്തെ പ്രാധാന്യമേ അവർ കൊടുക്കുള്ളൂ. അപ്പോൾ പല ലക്ഷണങ്ങളും അവഗണിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്തനാർബുദത്തെക്കുറിച്ച് ഡോക്ടർ പറയുമ്പോൾ നമുക്കറിയാം, ഒരു മധ്യവയസ്കരായ സ്ത്രീകൾക്കാണ് ഈ അസുഖം വരിക. 45-ന് മുകളിൽ പ്രായമുള്ള, 50-ന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളാണ്. പലപ്പോഴും അവർ ഇത്തരമൊരു ലക്ഷണം കണ്ടാൽ പോലും അതവരുടെ കുട്ടികളെ ബാധിക്കുമോ അല്ലെങ്കിൽ കുട്ടികളുടെ മാരേജിനെ ബാധിക്കുമോ, അങ്ങനെയുള്ള പല പല കൺസേൺസ് ഉള്ളത് കൊണ്ട് പല ലക്ഷണങ്ങളും അവർ ആദ്യം തന്നെ ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ തുറന്നു പറയാനോ ഒന്നും ശ്രമിക്കാറില്ല ഡോക്ടറെ. അപ്പോൾ പൊതുവേ സ്ത്രീകൾ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഡോക്ടർ മുന്നിൽ വരുന്ന പേഷ്യൻസൊക്കെ എങ്ങനെയാണ് അവർ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്ന ശീലമുള്ളവരാണോ? മിക്ക ക്യാൻസേഴ്സിൻ്റെയും ലക്ഷണങ്ങളുണ്ട്. പക്ഷേ മാഡം പറഞ്ഞ പോലെ കുറേ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ സ്ത്രീകൾ ഇഗ്നോർ ചെയ്യും. വേറെ പല വീട്ടിലത്തെ ആവശ്യങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരവരുടെ പ്രോബ്ലംസ് അത്രയും കൂടെ ഇഗ്നോർ ചെയ്തിട്ട് അത് ലേറ്റ് സ്റ്റേജ് ആകുമ്പോൾ മാത്രം അതിലേക്ക് ശ്രദ്ധ വരികയാണ്. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആയാലും സ്ഥാനാർബുദം, അതിന് എളുപ്പമായിട്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സ്ത്രീക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കുളിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് ഒന്ന് തടവി നോക്കിയാൽ തന്നെ അറിയാം അതിൽ വല്ല തടിപ്പോളോ കല്ലപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ പെയിൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ മിററിൽ നോക്കിയാൽ തന്നെ അറിയാം ബ്രസ്റ്റിന് വല്ല ചേഞ്ച് ഇൻ ഷേപ്പ്, അല്ലെങ്കിൽ നിപ്പിൾസിന് മാറ്റം, സൈസിന് മാറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജ് ഫ്രം ദ നിപ്പിൾ, ഇതൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് വേഗം ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ബാക്കി ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ്, ഫോർ എക്സാമ്പിൾ മെൻസ്ട്രൽ സൈക്കിൾ, നമ്മളുടെ മാസക്കുളി വരുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, സാധാരണ അല്ലാത്ത മാറ്റങ്ങൾ, ചേഞ്ച് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു മാസക്കുളി കഴിഞ്ഞ് അടുത്ത മാസക്കുളി വരുന്നതിന് മുമ്പായിട്ട് വീണ്ടും ബ്ലീഡിങ് കാണാം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്
ബ്ലീഡിങ് കണ്ടുകൊണ്ടിരിക്കുക, ഒരു കണക്കില്ലാത്തൊരു തരം ബ്ലീഡിങ്ങും, അല്ലെങ്കിൽ നേരത്തെ കാണുന്ന പോലത്തെ ഡിസ്ചാർജ് അല്ലാണ്ട് മാറ്റായിട്ടുള്ള ഒരു ഡിസ്ചാർജ്, വെള്ള പോക്ക് പോവുക, അത് നേരത്തെ ഇല്ലാത്തത് ഇപ്പോൾ പുതിയത് കാണുക, അല്ലെങ്കിൽ അതിൽ പൊട്ട വാസനോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കളർ കലങ്ങുക, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് കാണുക, ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്, വിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ലക്ഷണങ്ങൾ, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗമായി ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതെല്ലാം ക്യാൻസർ ആവണമെന്നില്ല, അതും ഞാൻ ഈ കൂട്ടത്തിൽ പറയാം. ചിലതൊക്കെ ക്യാൻസർ ആവാം. അപ്പോൾ നമ്മളത് പക്ഷേ ഡോക്ടറെ കണ്ട് സ്ക്രീൻ ചെയ്ത് ഡോക്ടർ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാവും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ലക്ഷണങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞ് അതിന് ഈ മാറ്റങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ, മെൻസസ് എല്ലാവർക്കും ആവണ ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ചേഞ്ച് വരാം, നമ്മളുടെ സൈക്കിൾ പാറ്റേണിൽ ചേഞ്ച് വരാം, അല്ലെങ്കിൽ ഒരു മാസക്കുള്ളിൽ കണ്ട് രണ്ടാമത്തെ മാസക്കുള്ളിൽ ആവണേ മുമ്പ് വീണ്ടും കാണാം. അങ്ങനത്തെ ഇത് കാണുമ്പോൾ നമ്മൾ ഉടനെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഡയറ്റിൽ വരുന്ന മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളുടെ മാനസിക സ്ഥിതിയുടെ ആവാം. പക്ഷേ ആ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് അത് പ്രോബ്ലം അല്ലാത്തതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സിമിലർലി എല്ലാ സ്ത്രീകൾക്കും ഡിസ്ചാർജ് ഉണ്ടാവും. ആ ഡിസ്ചാർജ് അധികവും നോർമലാണ്. ഓവുലേഷൻ്റെ സമയത്ത് ചെറിയ ഡിസ്ചാർജ് വരും, അത് നോർമലാണ്. പക്ഷേ സാധാരണ ഡിസ്ചാർജ് വിട്ട് കൂടുതൽ ഡിസ്ചാർജ് ആയി കാണുക, അല്ലെങ്കിൽ അതിന് പൊട്ട വാസന ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന് കളർ മാറ്റം വരാം, മഞ്ഞ കളറോ അല്ലെങ്കിൽ പച്ച കളറായിട്ട് വരാം, അല്ലെങ്കിൽ അതിന് ബ്ലഡ് ടിഞ്ചിങ് ഉണ്ടാവുക, ബ്ലഡിൻ്റെ കളർ അതിൻ്റെ കൂടെ ചേർന്ന് വരാം. ഇതൊക്കെ കുറച്ച് അബ്നോർമലായിട്ടുള്ള ഫൈൻഡിങ്സാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉടനെ ഡോക്ടറെ കണ്ട് അതിൽ പ്രോബ്ലം ഇല്ലയെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെയാണ് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ഡോക്ടറിന് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. ചില ടെസ്റ്റുകൾ ചെയ്താൽ ക്യാൻസർ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് അറിയാവുന്ന ചില ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യലി ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിന്. അപ്പോൾ ആ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ പലതും റെക്കമെൻഡഡ് ആണ്, എല്ലാ സ്ത്രീകൾക്കും ചെയ്യണമെന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ മിക്ക സ്ത്രീകൾക്കും എല്ലാ 3 വർഷവും സെർവൈക്കൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യണതാണ്. നമ്മളുടെ കൺട്രിയിലാവുമ്പോൾ അത് സ്ത്രീകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്ടറെ കണ്ട് ഈ ടെസ്റ്റ് ആവശ്യപ്പെടാറില്ല. പക്ഷേ നമ്മൾ ചെക്കപ്പിന് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പറയും. മിക്ക സ്ത്രീകൾക്കും പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ചെറിയ ടെസ്റ്റാണ്, ഈസിലി ചെയ്യാവുന്നതാണ്, വേദനയാവില്ല, ഏത് ഹോസ്പിറ്റലിലും ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനത്തെ ടെസ്റ്റുകൾ ആർ അവൈലബിൾ. അപ്പം നമുക്ക് നേരത്തെ കൂടി ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയാം. അപ്പം സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച സെർവൈക്കൽ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ അത് ആ ഒരു ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഏക ക്യാൻസറുകൾ ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ. ഡോക്ടർ ഇപ്പോൾ അതിന് പ്രതിരോധ വാക്സിനേഷൻ കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ അസുഖം, ഏത് പ്രായത്തിലാണ് നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കേണ്ടത്? സെർവൈക്കൽ ക്യാൻസർ നമുക്ക് സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസറാണ്. അതൊരു 40-45 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കാണ് അധികം കാണുക. അത് ഗർഭപാത്രത്തിൻ്റെ കഴുത്ത് എൻട്രി ഭാഗത്ത് വരുന്ന ക്യാൻസറാണ്. ഇതിൻ്റെ കാരണം ഒരു വൈറസാണ്. നമ്മളിപ്പോൾ കോവിഡ് വൈറസ്, അങ്ങനെ പല വൈറസ് നമുക്ക് H1N1 പല വൈറസുകൾ നമുക്കറിയാം. അതേപോലൊരു വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ് HPV. ഈ വൈറസാണ് അതിനുള്ള കാരണക്കാരൻ. ഈ വൈറസ് നമുക്ക് ശരീരത്തിലേക്ക് കയറുന്നത് സെക്ഷുവൽ കോണ്ടാക്റ്റിനോട് കയറുന്നതാണ്. അപ്പം ഈ വൈറസിനെ തടയാനുള്ള വാക്സിൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ സെക്ഷുവൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വാക്സിൻ എടുക്കണം. അപ്പോൾ ഈ വാക്സിൻ്റെ റെക്കമെൻഡേഷൻ 9 തൊട്ട് 14 വയസ്സിനുള്ള ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 2 ഡോസ് ഈ വാക്സിൻ എടുത്താൽ നമുക്ക് ഈ HPV അസുഖം നമ്മുടെ ശരീരത്തിൽ വരാണ്ടിരിക്കും. ഈ HPVന് ഭാവിയിൽ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ക്യാൻസറായി മാറാം. അപ്പം നമ്മൾ ഈ വാക്സിൻ ആദ്യം ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. നമ്മളുടെ കൺട്രിയിലുള്ള അത്ര ക്യാൻസർ USA-ലില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ വാക്സിനേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രീനിങ് ആണ്. എല്ലാ സ്ത്രീകൾക്കും ക്യാൻസറിനുള്ള സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3rd സ്റ്റെപ്പും ഇത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് വരികയാണെങ്കിൽ നേരത്തെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഈ 3 ഫേസസ് കൊണ്ട് നമുക്ക് ക്യാൻസർ വരാനുള്ളത്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകന്റെ കോൾ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മോഹൻകുമാറാണ്. സർ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ.
സാർ, എൻ്റെ പേര് മോഹൻകുമാർ എന്നാണ്. ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ട് സർ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ മിസ്റ്റർ മോഹൻകുമാർ, പറഞ്ഞോളൂ. എൻ്റെ ഭാര്യ 63 വയസ്സായി. അത് റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ക്യാൻസർ വന്നിട്ട്. എന്നിട്ട് ഇടത് ബ്രസ്റ്റിൽ ചെറിയ കട്ടിയുണ്ട്. അതിനുശേഷം വയറൊരു വീർപ്പ്. അത് ഈ വയറില് അത് മുഴ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ ഉള്ളതായിരുന്നു. വയറിൽ വീർപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മുഴ വരാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമുക്ക് വേറെ ഇപ്പോൾ ഈ ഓവറി അണ്ടാശയത്തിൽ വരുന്ന സിസ്റ്റ് എന്ന് പറയും, സിസ്റ്റുകൾ ഉണ്ടാവാം. അതുവേ ഈ ബ്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കഴിഞ്ഞതാണോ? മൊത്തം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എത്ര വർഷമായി? ഇത് 2.5 വർഷമായി. ബ്രസ്റ്റ് റൈറ്റ് റിമൂവ് ചെയ്തു. അപ്പം റിമൂവ് ചെയ്തു. അപ്പോൾ ചെക്കപ്പിന് പോകണില്ലേ? റെഗുലറായിട്ട് ഡോക്ടർ വിളിക്കുന്നുണ്ടാവില്ലേ? ചെക്കപ്പിന് വരാൻ പറയുന്നുണ്ടാവില്ലേ എല്ലാ 3 മാസവും? മെയ് മാസത്തിൽ പോകണം. പക്ഷെ നിങ്ങൾക്ക് ഇടയിൽ മാറ്റമായിട്ടുള്ള എന്തെങ്കിലും തോന്നുമ്പോൾ ഈ വയറ് വീർമത പോലെ തോന്നുന്നു, അതിൽ കട്ടിയുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡോക്ടറെ കാണാൻ പോവാണ് നല്ലത്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ മിസ്റ്റർ മോഹൻകുമാർ? സർ, അദ്ദേഹത്തിന് കോൾ വ്യക്തതയില്ല. അദ്ദേഹത്തിനോട് പറയാനുള്ള ഉത്തരം സാറിന് പറയാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ ചെക്കപ്പിന് പോകാനുള്ള സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ നേരത്തെ കാണേണ്ടതാണ്. ഡോക്ടർ ചെക്കപ്പിന് സമയം കൊടുത്തതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ കാണേണ്ടതാണ്. അതുപോലെ ബ്രസ്റ്റ് എടുത്തു പോയി കഴിഞ്ഞ് സാധാരണ നിലയ്ക്ക് വയറിൻ്റെ ഉള്ളിൽ തടിപ്പൊന്നും കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം, നോക്കണം. സ്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ കാണുന്ന ഡോക്ടറെ എന്നോ എത്രയും വേഗം കാണേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. എറണാകുളത്ത് നിന്ന് കൃഷ്ണദാസ് ആണ്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, നമുക്കിപ്പോ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു ഇതിന് നമുക്കിപ്പോ ഇതിന് പ്രിവെന്റ് ചെയ്യാൻ പാകത്തിന് നമുക്ക് ഈ മഞ്ഞളിന്റെ ഒരു എക്സ്ട്രാക്ട് കുർക്കുമിൻ എന്നൊരു സംഭവം നമ്മൾ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിനെ കുറിച്ച് സാറിന് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ ഈ കുർക്കുമിൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചൊരു വിശദീകരണം സാറിന് തരാൻ പറ്റും? കുക്രുമിൻ എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് നമ്മൾ മഞ്ഞളിലുള്ള ഒരു കമ്പൗണ്ടാണ്. അതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ളത് സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സെൻറ്ററിലടക്കം പല സ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പാചകത്തിൽ റുട്ടീൻലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ. പക്ഷെ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടും നമ്മളുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ട്. അപ്പം അത് മാത്രം കൊണ്ട് ഇത് ക്യാൻസർ വരാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റാനുള്ള ഒരു സ്കോപ്പില്ല. ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത മൾട്ടി ഫാക്ടോറിയലാണ്. അത് അതിൻ്റെ അർത്ഥം പല കാര്യങ്ങളാവാം ക്യാൻസർ വരുത്താനുള്ള ഒരു സ്റ്റിമുലസ് വരുത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമാവും ഈ കുക്കുർമിൻ എന്ന് പറഞ്ഞ സാധനം തടയണത്. എല്ലാം ഇതുകൊണ്ട് കുക്കുർമിൻ കഴിച്ചുകൊണ്ട് അത് മാറണോ അത് വരാണ്ടിരിക്കണോ എന്നില്ല. ക്യുക്കുർമിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ക്യുക്കുർമിൻ അഥവാ മഞ്ഞൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഡയറ്റിൽ എല്ലാ നേരവും ഏകദേശം എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലും നമ്മൾ മഞ്ഞൾ ചേർക്കണം. എന്നിരുന്നാലും നമുക്ക് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഫുൾ പ്രൂഫ് അറേഞ്ച്മെൻ്റ് അല്ല. പക്ഷേ പഠനത്തിൽ ഗവേഷണത്തിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുക്കുർമിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ അത് യൂസിന് എന്നുവെച്ചാൽ മരുന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അളവിലുള്ള ഗവേഷണമായിട്ടില്ല. ഇനിയും അതിന് ഇനിയും റിസർച്ച് ആവശ്യമുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. സർ, വിളിച്ചതിന് നന്ദി. കോഴിക്കോട് നിന്ന് പ്രസ്സി കൂടിയുണ്ട്. സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. സാർ, എനിക്ക് യൂട്രസിലെ ഓവറിലൊരു മുഴയുണ്ടായിരുന്നു സാർ. അത് ഡിയാൻസി ചെയ്തായിരുന്നു സാർ. എൻ്റെ യൂട്രസിലെ ഓവറിയിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഭയങ്കര ഓവർ ബ്ലീഡിങ് ആയിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഓവർ ബ്ലീഡിങ് ആയിരുന്നു. യൂട്രസ് ഡിയാൻസി ചെയ്ത് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും
എത്ര വയസ്സുണ്ട് താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? 41 വയസ്സുണ്ട്. ഓക്കെ. അപ്പോൾ DNC നമ്മൾ ചെയ്യണത് ബ്ലീഡിങ് നിൽക്കാനല്ല. DNC നമ്മൾ ചെയ്യുന്നത് യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാനാണ്. നമ്മൾ DNC ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ദശ അല്ലെങ്കിൽ ഒരു പാട പോലെ ഒരു ദശ എടുത്തിട്ട് അത് ടെസ്റ്റിന് അയക്കും, ബയോപ്സിക്ക് അയക്കും. ആ റിപ്പോർട്ട് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക എന്തെങ്കിലും പ്രോബ്ലം യൂട്രസിൻ്റെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ അതിന് എന്താ ചികിത്സ വേണ്ടെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് അറിയാം. അപ്പം നിങ്ങൾ ആ DNCയുടെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും. അത് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ത് തരം ട്രീറ്റ്മെൻറ്റ് ആവശ്യം എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പം നിങ്ങളുടെ പ്രായത്തിൽ യൂട്രസിൽ തടിപ്പെന്ന് പറയുമ്പോൾ അധികവും ഫൈബ്രോയിഡ് എന്ന് പറയും. അതൊരു ക്യാൻസർ അല്ലാത്ത ഒരു ട്യൂമറാണ്. അങ്ങനെ ഒരു ട്യൂമർ ആവാൻ സാധ്യത ഈ പ്രായത്തിൽ അധികവും അങ്ങനെയാണ് കാണാം. പക്ഷേ ഈ DNCയുടെ റിപ്പോർട്ടിൽ നമുക്കത് എന്ത് തരം തടിപ്പാണെന്ന് അറിയാൻ വഴിയുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കണ്ടാൽ തന്നെ നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ ഒക്കുള്ളൂ. പ്രസി വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. കോഴിക്കോട് നിന്ന് തന്നെ ഷീജ എന്ന പ്രേക്ഷക കൂടിയുണ്ട്. ഷീജ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഷീജ കേൾക്കുന്നുണ്ടോ? അറിയൂ ഷീജ. ഹലോ, ചോദിച്ചോളൂ. അപ്പം ഞാൻ കോഴിക്കോട് നിന്നാണ്. പറഞ്ഞോളൂ. ഞാൻ ഈ അടുത്തായിട്ട് പാസ്പിയർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിൽ ഇംപ്രഷൻ വരുന്നത് നോൺ സ്പെസിഫിക് ഇൻഫ്ലമേറ്ററി പാറ്റേൺ. നോൺ സ്പെസിഫിക് ഇൻഫ്ലമേറ്ററി പാറ്റേൺ എന്ത് നിങ്ങൾ വെറുതെ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണോ? അതെ, ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നോൺ സ്പെസിഫിക് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഇൻഫെക്ഷൻ ആ ഭാഗത്തുണ്ട്, ചെറിയ ഇൻഫെക്ഷൻ. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സ് ഒന്നുമില്ലെങ്കിൽ കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഉള്ളിൽ വെക്കാനുള്ള ആൻറ്റിബയോട്ടിക് വെച്ചാൽ മതിയാവും. അത് നോർമലാണ്, അസുഖമില്ല. അസുഖം എന്ന് വെച്ചാൽ ക്യാൻസർ വരാനുള്ള ലക്ഷണമല്ല. പ്രോഗ്രാം തുടരുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ചില അർബുദങ്ങളും അവയുടെ ലക്ഷണങ്ങളും ചികിത്സയും കുറിച്ചാണ്. തൃശൂർ അമല ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അനോജ് കാട്ടുകാരനാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഡോക്ടർ, തുടക്കത്തിൽ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഡോക്ടർ അപ്പോൾ പറഞ്ഞിരുന്നു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷനാണ് ഈ അസുഖത്തിന് അല്ലെങ്കിൽ അത് അർബുദത്തിന് കാരണമാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഒരു മാരിറ്റൽ ഏജ് പ്രകാരം 20 വയസ്സോ 18 വയസ്സോ മുതൽ അത്തരത്തിലൊരു ഇൻഫെക്ഷന് സാധ്യതയുള്ളപ്പോൾ 10 20 വർഷങ്ങൾക്ക് ശേഷമാണ് അത് അർബുദമായി മാറുന്നത്. ഡോക്ടർ, അപ്പോൾ അത്രയും കാലയളവുണ്ട് ഒരു ക്യാൻസർ മുന്നേ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് പോലും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ. അപ്പോൾ ഡോക്ടറെ, ഈ പറയുന്ന പാപ്സ്മിയർ പോലെയുള്ള പരിശോധനകൾ സ്ത്രീകൾ ഏത് പ്രായം മുതലാണ്, എത്ര ഇടവേളകളിലാണ് ഇത് ചെയ്യേണ്ടത്? ഇത് നമുക്ക് 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിൻ്റെ ക്യാൻസർ പ്രിവെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 1 is വാക്സിനേഷൻ. ആദ്യം വാക്സിനേഷൻ, അത് ചെറുപ്പം പ്രായത്തിലാണ് റെക്കമെൻഡഡ്. പക്ഷേ ഇനിയിപ്പോൾ ആ പ്രായത്തിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പിന്നെയുള്ള വയസ്സിൽ വരെ എടുക്കാം. പക്ഷേ 3 ഡോസ് എടുക്കണം. സെക്കൻഡ് പാർട്ട് സ്ക്രീനിങ്. ഈ പാപ്സ്മിയർ പോലത്തെ ടെസ്റ്റ് നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാവുന്ന സ്ക്രീനിങ് ആണ്. ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു 25 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഈ ടെസ്റ്റ് ചെയ്തിട്ട് അത് നോർമലാണെങ്കിൽ എല്ലാ 3 വർഷവും ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായി. അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് എല്ലാ 3 വർഷവും ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു ടൈമിൽ നമുക്കിത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റേജിലുള്ള ട്രീറ്റ്മെൻറ്റ് മൈൽഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അധികം നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തില്ല, എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആവും. അതുപോലെ കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യതയും കുറയും. അപ്പം സ്ക്രീനിങ് ആണ് സെക്കൻഡ് പാർട്ട്. പിന്നെ അപ്പം ആദ്യം വാക്സിനേഷൻ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് പിന്നെ സ്ക്രീനിങ്, ഈ 2 എണ്ണം ഉണ്ടായാൽ നമുക്ക് നേരത്തെ തന്നെ ക്യാൻസറിനെ തടയാൻ സാധിക്കും. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് രേണ എന്ന പ്രേക്ഷകയുണ്ട്. മാം, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് 3 ഡെലിവറി കഴിഞ്ഞതാണ്. എനിക്കിപ്പം വയറ് വേദനയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര ഡിസ്ചാർജ് പൊക്കുമായിരുന്നു. ഇപ്പം PCOD ഉണ്ടെന്ന് സ്ഥിരീകരിച്ചായിരുന്നു. അപ്പോൾ അത് സംബന്ധമായി ഈ PCOD അല്ലാതെ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണമായിരിക്കും?
ഡിസ്ചാർജും വയറുവേദനയും ഉണ്ടാവുമ്പോൾ ജനറലി പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും. നമുക്ക് ആ വശത്ത് ഇൻഫെക്ഷൻ വരേണ്ടതാവും. അതുകൊണ്ടാവണം ഈ ലക്ഷണങ്ങൾ മിക്കവാറും ഉണ്ടാവുക. അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പം അതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ചികിത്സ വേണ്ടി വരും. പക്ഷേ അത് ഉറപ്പാക്കാനായിട്ട് ഡോക്ടറെ കണ്ട് എക്സാമിൻ ചെയ്യിക്കേണ്ടി വരും. എന്നാൽ തന്നെ അറിയുള്ളൂ അത് ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ PCOD ഉണ്ടായതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ് അധികവും കുറച്ചുകൂടിയും പ്രായം കൂടിയ സ്ത്രീകൾ 45 വയസ്സിന് മേലെയുള്ളവർക്കാണ് അധികവും കാണുക. അപ്പോൾ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട്. രേണ, വിളിച്ചതിന് നന്ദി. സർ, നമുക്ക് പാലക്കാട് നിന്ന് ഭാസ്കരൻ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കൊരു 30 കൊല്ലമായിട്ട് തലയിലൊരു മുഴയുണ്ട്. ചെറിയ മുഴയാണ്. ആദ്യം ചെറുതായിരുന്നു, പിന്നെ ഒരു 3 കൊല്ലമായിട്ട് ഇപ്പൊ കുറച്ച് വലുതായി. അത് വല്ലാതെ ചെറുതായിരുന്നു. അത് എന്താണ്? അത് വല്ല ക്യാൻസർ ആയിരിക്കുമോ? ചേട്ടാ, ഇപ്പോൾ നിങ്ങൾക്ക് 30 കൊല്ലമായിട്ടുള്ളൊരു മുഴയാവുമ്പോൾ ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇത്രയും നാളും അതങ്ങനെ നിൽക്കുകയല്ലേ. പക്ഷെ അത് വലിപ്പം വെക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ മാറ്റം എന്തോ വരുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അത് വലിപ്പം വെക്കുകയോ അല്ലെങ്കിൽ അതിൽ വേദന ഉണ്ടാവുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ബിക്കോസ് അപ്പോൾ അതിൽ മാറ്റം വരുന്നതെന്ന് അർത്ഥം. ക്യാൻസർ ആവണമെന്നില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മളത് കാണിക്കണം അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ പ്രോഗ്രാം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പല മാരകമാവുന്ന അസുഖങ്ങളും നേരത്തെയുള്ള ചില ലളിതമായ പരിശോധനകളിലൂടെ നമുക്ക് നേരത്തെ കണ്ടെത്താനും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയുന്നതാണ്. വളരെയധികം നന്ദി.